അടുത്തതായി ശ്രീമതി ജെസ്സി മാത്യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും മടുത്തു കാണും അല്ലേ? പ്രസംഗമൊക്കെ കേട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടോ മക്കൾക്കൊക്കെ? പെട്ടെന്ന് നിർത്താം കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും ഇങ്ങനെ പുണ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന് നിൽക്കാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു ചെറിയ കറക്ഷൻ എനിക്ക് പറയാനുള്ളത്, നമ്മളാരും ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ത്രീകൾ അവരുടെ എന്താ പറയുന്ന ബോറടി മാറ്റാനായിട്ടോ അങ്ങനെ തുടങ്ങിയൊരു സംരംഭമല്ല പുണ്യം. പുണ്യം എന്ന് പറയുന്നത് ഇങ്ങനെ സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അത്. പിന്നെ രാജി അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു, അത് തുടങ്ങി. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം രാജിയുടെ ആ ഒരു ധൈര്യവും അങ്ങനെ തുടങ്ങാനുള്ള ഒരു ഇതും ആണ് നമുക്കെല്ലാവർക്കും പ്രചോദനമായത്. അപ്പം ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു വളരെ ചെറിയൊരു കുഗ്രാമം എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ സ്ഥലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാടും വന്യമൃഗങ്ങളും അങ്ങനെയുള്ള ഒരു മലയോര ഏരിയ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ കുട്ടനാട് വന്ന് ഇത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എപ്പോഴും ഇങ്ങനെ സിനിമകളിലും ഇതിലൊക്കെയാണ് ഇങ്ങനെ ഒരു സ്ഥലവും ഇതൊക്കെ കാണുന്നത് നമ്മൾ. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞു തന്നെ വളർന്ന ഒരു ചെറുപ്പമായിരുന്നു. അപ്പം വളരെ പ്രതീക്ഷിതമായിട്ട് നമ്മൾ അമേരിക്കയിലെത്തി. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ചെറുതായിട്ടാണെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. കുടുംബത്തിലുള്ളവർ തന്നെ ഒത്തിരി പേരെ സഹായിക്കാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ ഒരുവിധം സെറ്റിൽഡായി. അപ്പം പിന്നെ അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ചെടികളെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഒരുപാട് ചെടികൾ വളർത്തി അതൊക്കെ ആൾക്കാർ നന്നായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, അത് ശരിക്കും ഒരു ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങാമല്ലോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ എൻ്റെ ചെടികളെ കൊണ്ട് ചെറിയൊരു എന്താ പറയുന്നത്, ഒരു പ്രത്യേകതരം ചെടികളുണ്ട്. നമ്മുടെ കള്ളിമുൾ ചെടികളുടെയൊക്കെ ഫാമിലിയിൽ പെട്ടതാണ്. സക്കുലൻസ് എന്ന് പറയും. എന്നിട്ട് അതുകൊണ്ട് ചെറിയ ബൊക്കകൾ പോലെയോ അല്ലെങ്കിൽ ഭംഗിയുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അത് മേടിച്ച് ചെറിയതായിട്ട് പൈസ സമാഹരിച്ച് അതിനു മുമ്പ് തന്നെ ചെറിയ രീതിയിലൊക്കെ നാട്ടിലുള്ള കുറച്ച് കുടുംബങ്ങളെ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇതിന് നമ്മളൊരു പാഷൻ വിത്ത് എ പർപ്പസ് അല്ലെങ്കിൽ പാഷൻ ഫോർ എ പർപ്പസ്, നമ്മുടെ ഇഷ്ടമുള്ള കാര്യം ഒരു നല്ലൊരു കാര്യത്തിനായിട്ട് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ തുടങ്ങി. രാജിയുമായിട്ട് സംസാരിച്ചു. രാജി വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ഒരു ഏകദേശം 40 കുടുംബങ്ങളെ അതുവഴി സഹായിക്കാൻ പറ്റി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു സമാധാനവും സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു വരുമ്പോൾ അതിനെപ്പോഴും നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഏതൊരു ലെവലിലെത്തിയാലും അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇവരിപ്പോൾ അമേരിക്കയിലായത് കാരണം അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ തന്നെ ഓരോ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് അവരെ പറ്റി എഴുതി. അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ചെറിയ രീതിയിലാണെങ്കിലും. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്ന് നേരിട്ട് വന്ന് എല്ലാവരെയും കാണാൻ പറ്റുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അവിടെ ഇനിയുണ്ട് ഒരുപാട് ആൻറ്റിമാർ ഇങ്ങനെ എല്ലാവരോടും അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അധികം നീട്ടി വലിച്ച് എല്ലാവരുടെ സമയം കളയുന്നില്ല. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും തന്ന സന്തോഷത്തിനും സ്നേഹത്തിനും താങ്ക് യു.